ബസ് സ്റ്റാൻഡിന് സമീപം തീപിടുത്തമുണ്ടായ കെട്ടിടങ്ങളിൽ ഫയർ സേഫ്റ്റി വീഴ്ചയുണ്ടായതിനെപ്പറ്റി പരിശോധിക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദും മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറാണ്. മുൾമുനയിലായ 4-5 മണിക്കൂറുകളാണ് കടന്നുപോയത്. ഇപ്പോൾ ഫയർ ഉദ്യോഗസ്ഥർ അവരുടെ പ്രാഥമിക പരിശോധനയിൽ പറയുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ ലംഘിച്ച രീതിയിലാണെന്നാണ്. ഇപ്പോൾ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്ത്ര വ്യാപാര സ്ഥാപനമാണല്ലോ. ഇത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിൽ സ്വാഭാവികമായും എങ്ങനെ തീപിടുത്തമുണ്ടായി, അതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിച്ച് ഫയർഫോഴ്സിൻ്റെ വിശദമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നടക്കാൻ. അപ്പോൾ അതിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്താണ് പാലിക്കപ്പെടാത്തത് എന്നൊരു കാര്യങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ടവരോട് വിശദീകരണം നേടും. അത് അതിനനുസരിച്ച മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലല്ലോ. ഇതൊരു 25-30 വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു വലിയ ബസ് സ്റ്റാൻഡ് കെട്ടിടമാണ്. ഇവിടെ വർഷങ്ങളോളമായി നടക്കുന്ന സ്ഥാപനങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടായാൽ മാത്രം ഉയർന്നു വരേണ്ട പ്രശ്നങ്ങളല്ല ഇത്. തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ തരത്തിൽ എല്ലാ കെട്ടിടങ്ങളിലും നമ്മുടെ സിറ്റിയിലൊക്കെയും മുൻകരുതലുണ്ടാകണമെന്നുള്ളത് യാതൊരു തർക്കവും അഭിപ്രായ വ്യത്യാസമില്ല. ഗോഡൌണൊക്കെ ലൈസൻസോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ നടക്കുന്ന സ്ഥാപനങ്ങളെല്ലാം കോർപ്പറേഷന്റെ ലൈസൻസോട് കൂടിയിട്ടാണ്. ലൈസൻസ് ഇല്ലാതെ സ്ഥാപനങ്ങൾ നടന്നോ, എന്തൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ എന്നുള്ളത് ഒരു പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വേണ്ട നടപടികൾ സ്വീകരിച്ച് കോർപ്പറേഷൻ മുന്നോട്ട്. അത് ഏത് കെട്ടിടത്തിലായാലും തീപിടുത്തം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിനാവശ്യമായ തരത്തിലേക്കുള്ള എല്ലാ കെട്ടിടങ്ങളിലും ഈ പറഞ്ഞ പോലെ വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള നടപടി കോർപ്പറേഷൻ ഭാഗത്തുണ്ടാകും.